കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല. ഏത് മേഖലയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു പുസ്തകം വിവേകാനന്ദ സ്വാമിയെക്കുറിച്ചുള്ള മനുഷ്യനും സന്യാസിയും മനുഷ്യനും. അത് ആ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചുകൊണ്ട് പറയാം, ഈ ഒരു ചടങ്ങിൽ ഞാൻ മുഖ്യമന്ത്രിയോട് യോജിപ്പ് മാത്രമേ പ്രകടിപ്പിക്കുകയുള്ളൂ. ആരെങ്കിലും അങ്ങനെ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുമെന്നുള്ള ആശയം നിൽക്കേണ്ട കാര്യമില്ല. അതായത് വിവേകാനന്ദനെ പോലുള്ള വ്യക്തിത്വങ്ങളെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വലതുപക്ഷ വർഗീയ ശക്തികൾ ശ്രമം നടത്തുമ്പോൾ അദ്ദേഹത്തെ കൃത്യമായി ഒരു ചരിത്രകാരനേക്കാൾ ഭംഗിയായി കോറിയിട്ടതാണ് യഥാർത്ഥത്തിൽ വിവേകാനന്ദ സ്വാമി സന്യാസിയും മനുഷ്യനും. ഞാൻ കൽപ്പറ്റയിലെ ഒരു ചടങ്ങിൽ അച്ഛനെ ഇരുത്തിക്കൊണ്ട് ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ പറഞ്ഞു. അതിലെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് വിവേകാനന്ദ സ്വാമിയുടെ സഹോദരൻ ഭൂപേന്ദ്രനാഥ് ദത്തെക്കുറിച്ചുള്ള 2 അധ്യായങ്ങൾ. അത് കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല. വിപ്ലവകാരിയായ ഭൂപേന്ദ്രനാഥിനെ 2 ചാപ്റ്ററിൽ പരിചയപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റായി അങ്ങനെ വിപ്ലവം തലയ്ക്ക് പിടിച്ച് ഭൂപേന്ദ്രനാഥ് മോസ്കോയിൽ പോയി ലെനിനുമായി സംവാദം നടത്തി. അർത്ഥവത്തായ രീതിയിലുള്ള ഒരുപാട് ഇൻഫർമേഷനും നിഗമനങ്ങളും അനുമാനങ്ങളും കോർത്തിണക്കിയ പ്രൗഢഗംഭീരമായ ഒരു ഗ്രന്ഥം. എനിക്കത് ഇന്നും ഇതുപോലുള്ള ചരിത്ര പുരുഷന്മാരെ ഒരു പ്രത്യേക ചേരിയിലേക്ക് അല്ലെങ്കിൽ കള്ളിയിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുമ്പോൾ ശ്രീ വീരേന്ദ്രകുമാറിനെ പോലുള്ള ആൾക്കാർ നൽകിയ സംഭാവനകൾ യഥാർത്ഥത്തിൽ അവിസ്മരണീയമായ ഒരു ശോഭയോടുകൂടി നമ്മുടെ മനസ്സിൽ പ്രകാശിക്കും.